വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഈ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തിലേക്ക് വേണ്ടി നടന്നത്. സുപ്രധാന തീരുമാനമാണ് നിലവിൽ വന്നത്. തുടരാം. തീർച്ചയായും അജന, വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. UPSC പട്ടിക തന്നെ 3 പേരിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ ഇത് 6 പേരായിരുന്നു. ADGP MR അജിത് കുമാറിന്റെ പേര്, അതോടൊപ്പം തന്നെ ADGP മനോജ് എബ്രഹാം ഒക്കെ തന്നെ ഈ ഒരു പട്ടികയിൽ, സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ആ ഒരു പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ പേരുകളൊക്കെ ചുരുങ്ങി അത് 3ലേക്ക് എത്തുന്നു. പ്രധാനമായും 1ാം സ്ഥാനത്ത് നിതിൻ അഗർവാൾ, 2ാം സ്ഥാനത്ത് റവത ചന്ദ്രശേഖർ, 3ാം സ്ഥാനത്ത് യോഗേഷ് ഗുപ്ത എന്നുള്ള ഇത്തരത്തിലുള്ള 3 ഉദ്യോഗസ്ഥരുടെ പേരിലേക്ക് എത്തുന്നു. ഇതിനെ തുടർന്ന് വലിയൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും കൂടി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഈ ഒരു UPSC പട്ടികയിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ച് നിയമോപദേശം തേടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതും കൂടിയുണ്ട്. പിന്നീടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ UPSC പട്ടികയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത് എന്നുള്ളതൊക്കെ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു നീക്കം റവത ചന്ദ്രശേഖറിനെ സംബന്ധിച്ച് അത്രത്തോളം പ്രവർത്തന മികവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ ഒരു കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന ആ ഒരു സംഭവം തന്നെ ഏറെക്കുറെ ശ്രദ്ധേയമായതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനത്തിലാണ് വലിയ രീതിയിൽ ഒരു സംഭവം നടന്നത് എന്നുള്ളതും കൂടിയാണ്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്ത് ശീലിച്ചിട്ടുള്ള, അത്തരത്തിൽ തന്നെ ശീലമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതും കൂടിയാണ് നമുക്ക് അത്തരത്തിലുള്ള ചില സംഭവങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത്. ഭയമേതുമില്ലാതെ കൃത്യമായി തീരുമാനങ്ങൾ, താൻ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള മികച്ചൊരു മേധാവി ആയിരിക്കും റവത ചന്ദ്രശേഖർ എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ റവത ചന്ദ്രശേഖറിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 41ാം പോലീസ് മേധാവിയായിട്ടാണ് റവത ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത്. ഇനി 1 വർഷം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇനി 1 കൊല്ലം കൂടിയേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയായി ഉണ്ടാകും എന്നുള്ളതാണ്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ തലശ്ശേരി ASP ആയിട്ടായിരുന്നു. ആ ഒരു വരവിന് ശേഷം, അല്ലെങ്കിൽ തലശ്ശേരിയിൽ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം തന്നെ നടന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഈ റവത ചന്ദ്രശേഖർ ഇടപെട്ട ഒരു സംഭവം വലിയ രീതിയിൽ വിവാദമാകുന്നത്, പിന്നീട് അദ്ദേഹം പ്രതി ചേർക്കപ്പെടുന്നത്, പിന്നീട് 2012 അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്നും തള്ളുന്ന സാഹചര്യം വരെ ഉണ്ടായി. അല്ലെങ്കിൽ പ്രതികളല്ല ഇവർക്കെതിരെ തെളിവുകൾ കൃത്യമായി ഇല്ല എന്ന് പറയുന്ന ഹൈക്കോടതി ആ കേസ് തന്നെ തള്ളുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് മുംബൈയിലേക്ക് എത്തുന്നു. അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലിയെടുക്കുന്നു. മുംബൈയിൽ അഡീഷണൽ ഡയറക്ടറായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും കാര്യക്ഷമതയും കൊണ്ട് പിന്നീട് സ്പെഷ്യൽ ഡയറക്ടറായി അദ്ദേഹം ഉയരുന്നു. ഇത്തരത്തിലുള്ള വളരെ മികച്ച പ്രവർത്തന മികവും കാര്യക്ഷമതയും വെച്ച് പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് റവത ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കൂത്തുപറമ്പ് വെടിവെപ്പ് വിവാദത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് റവത ചന്ദ്രശേഖർ. ഇത്തരത്തിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ച് കേരളത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവിയായി വരുമ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലൊരു പാർട്ടി തർക്കം, അല്ലെങ്കിൽ പാർട്ടി ഇതിൽ ഇടപെടുമോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കൂത്തുപറമ്പ് വെടിവെപ്പ് സംബന്ധിച്ച് 6 സഖാക്കൾക്കാണ് അന്ന് വെടിയേറ്റത്. 6 സഖാക്കളാണെന്ന് രക്തസാക്ഷികളായത്. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ മറ്റ് പ്രതികാര നടപടികളൊക്കെ CPM അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുമോ എന്നുള്ള ചില ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ആ അഭ്യൂഹങ്ങളൊക്കെ തള്ളുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിയമനം എന്നുള്ളത് നമുക്ക് തീർത്തും പറയാം. കാരണം സംസ്ഥാന സർക്കാർ അടക്കം പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടി കൃത്യമായി എല്ലാ മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ എടുത്ത തീരുമാനമാണ് നമുക്കിനി അങ്ങോട്ട് സംസ്ഥാന പോലീസ് മേധാവിയായി റവത ചന്ദ്രശേഖറിനെ മതി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും 41ാം സംസ്ഥാന പോലീസ് മേധാവിയായി റവത ചന്ദ്രശേഖർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അജുന, റവത ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിലവിൽ മുൻ DGP അടക്കം റവതയ്ക്ക് വേണ്ടി സംസാരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ റവത ചന്ദ്രശേഖർ തന്നെ പുതിയ സംസ്ഥാന മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് UPSC അംഗീകരിച്ച 3 പേരുടെ പട്ടികയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ആ 3 പേരുടെ പട്ടികയുടെ ഒടുവിൽ റവത ചന്ദ്രശേഖറാണ്
പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി തിരഞ്ഞെടുത്തത്. വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥരാണ് നിലവിൽ പ്രഭാത ചന്ദ്രശേഖർ. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു പ്രഭാത ചന്ദ്രശേഖർ. കാളിദാസ്, നിലവിൽ എപ്പോഴാണ് സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും? ിരിക്കുന്നു. എന്തായാലും ഇന്ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിലവിലെ DGPയുടെ കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ നമുക്ക് ചില നിഗമനങ്ങൾക്കനുസരിച്ച് നാളെയോടുകൂടി തന്നെ അദ്ദേഹം പുതിയ DGP ആയി ചുമതല ഏൽക്കുമെന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റും. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം എപ്പോഴായിരിക്കും അദ്ദേഹം ചുമതല ഏൽക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇനിയും വരും മണിക്കൂറുകൾ ലഭിക്കും. അജിമ, ശരി, വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രഭാത ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി സ്ഥാനമേറ്റെടുക്കും. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് പ്രഭാത ചന്ദ്രശേഖർ. കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണൂരിലെ ASP ആയിരുന്നു പ്രഭാത ചന്ദ്രശേഖർ. മലബാറിലെ പല ജില്ലകളിലും SP ആയി പിന്നീട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. സുപ്രധാന വിവരങ്ങളാണ് നിലവിൽ കാളിദാസ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.